ക്രൈസ്തവരുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞങ്ങളതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടുത്തെ FCRAയുടെ സാമ്പത്തിക വരുമാനങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെക്കാളും ഒട്ടനവധി മടങ്ങ് ഈ തുക കൈപ്പറ്റുന്നത് ഇതര സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ FCRA വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായൊരു വിഷയം ഈ FCRAയുടെ സാമ്പത്തിക വരവ് അതിൻ്റെ റെഗുലേഷൻ കൃത്യമാക്കുന്നതിന് സർക്കാരിന് ഇപ്പോൾ തന്നെ വളരെ കൃത്യവും കണിശവുമായ നിയമമുണ്ട്. അങ്ങനെ ഇരിക്കവേ റദ്ദ് ചെയ്ത ഈ സംഘടനകളുടെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഈ FCRA അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ അന്യായം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തെ അനീതി എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സ്വാഭാവികമായും സഭ എതിർക്കുന്നത്. അല്ലാതെ ഇവിടെ മറ്റു പലരും പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പുകമറ പോലെ ഇവിടെ FCRAയിലൂടെ ക്രൈസ്തവ സഭ വൻതോതിൽ സമ്പാദിച്ചു എന്ന് പറയുന്നത് അവിവേകമാണ്. FCRAയുമായി ബന്ധപ്പെട്ടതെല്ലാം കണ്ടുകെട്ടും ഏറ്റെടുക്കും, അതിന് സർക്കാർ പ്രത്യേക ഏജൻസിയെ നിയോഗിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിലെ വലിയ അപകടവും അതുപോലെ തന്നെ ഒരു ഭരണകൂട ഭീകരതയും ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ക്രൈസ്തവരെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു അപകടം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.